So dear students, so last class we have seen about mesh analysis. Mesh analysis എന്താണെന്ന് പഠിച്ചു. ഇനി അതിൽ നിന്ന് കുറച്ച് ന്യൂമറിക്കൽസ് ആണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഐ ഹാവ് റിട്ടൺ എ ക്വസ്റ്റ്യൻ ഹിയർ. ക്വസ്റ്റ്യൻ ഇതാണ്, കറണ്ട് ത്രൂ 6 ohm കണ്ടുപിടിക്കണം യൂസിങ് മെഷ് അനാലിസിസ്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഈസ് യു ഹാവ് ടു അനലൈസ് ദ സർക്യൂട്ട്. അപ്പോൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇൻ ദിസ് സർക്യൂട്ട് യു ഹാവിങ് 2 meshes. ഓക്കെ, 1 and 2. So I'll put here current I1 and I2. ഇപ്പോൾ രണ്ട് കറണ്ട് I1 I2 ഞാൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരേ ഡയറക്ഷനിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് ബെറ്റർ ടു ടേക്ക് ദ സെയിം ഡയറക്ഷൻ ഇൻ ദ 2 meshes. എന്നാൽ ഞാൻ മെഷ് 1 ഇക്വേഷൻ എഴുതാണ്. സോ ടെൽ ദ ഇക്വേഷൻ അലോങ് വിത്ത് മീ, എൻ്റെ കൂടെ പറയൂ. മെഷ് 1 എടുക്കുമ്പോഴത്തേന് ഐ വിൽ ബി അപ്ലൈയിങ് വാട്ട്? ഐ വിൽ ബി അപ്ലൈയിങ് KVL ആൻഡ് വാട്ട് ഈസ് യൂസ് ഫോർ ടു ഫൈൻഡ് ദ മെഷ് കറൻസ്. മെഷ് കറൻസ് നമുക്കിവിടെ I1 ഉം I2 ഉം കണ്ടുപിടിക്കണം യൂസിങ് KVL. സോ മെഷ് 1 ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ഞാനൊരു 10 volt കാണുന്നു. അവിടെ നെഗറ്റീവ് നിന്ന് പോസിറ്റീവ്ക്കാണ് എൻ്റെ ഡയറക്ഷൻ പോകുന്നത്. സോ ഇറ്റ് വിൽ ബി +10. ഉടനെ ഞാനൊരു റെസിസ്റ്റൻസ് കാണുന്നു 2 ohms. ഐ വിൽ പുട്ട് എ നെഗറ്റീവ്, ഐ വിൽ പുട്ട് ദ R ആൻഡ് ദ കറൻറ്റ് ത്രൂ ദിസ് ഇസ് നാച്ചുറലി I1 ആണ്. ഓക്കെ, I1 മാത്രമാണ് മെഷ് ഈ 2 ohm കൂടെ പോകുന്നത്. സോ ഇറ്റ് ഈസ് I1. ഉടനെ ഞാനൊരു 6 ohm കണ്ടു. ഐ വിൽ പുട്ട് എ നെഗറ്റീവ്, അല്ലേ? ഐ വിൽ പുട്ട് എ -6 ആൻഡ് ഐ കൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് I1 താഴേക്കും പോകുന്നുണ്ട്, I2 മുകളിലേക്കും പോകുന്നുണ്ട്. സോ ഇറ്റ് വിൽ ബി I1 - I2 അല്ലെങ്കിൽ I2 - I1. ബട്ട് സിൻസ് ഐ എം ഹാവിങ് ടേക്കിംഗ് മെഷ് 1 ഇറ്റ് വിൽ ബി I1 - I2. അപ്പോൾ 6ൻ്റെ കൂടെ ഞാൻ എന്തെഴുതും? ഐ വിൽ റൈറ്റ് ദിസ് വൺ ആസ് I1 - I2. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്. ആ വോൾട്ടേജിൻ്റെ വാല്യൂ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. ആൻഡ് ഇറ്റ് ഈസ് ലെറ്റ് മീ ചെക്ക് ദ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് 6 volt. സോ അഗെയിൻ 6 volt ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ അത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രം പ്ലസ് ടു മൈനസ്, അല്ലേ? സോ അവിടെ ഞാൻ എന്താ എഴുതാം? ഐ ടേക്ക് ഇറ്റ് ആസ് മൈനസ്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഓഫ് കോഴ്സ് ഇവിടെ ഒരു 4 ohm റെസിസ്റ്റർ ഉണ്ട്. സോ വാട്ട് ഐ വിൽ പുട്ട്? ഒരു നെഗറ്റീവ് ഇട്ടിട്ട് 4. കൂടെയുള്ള കറണ്ട് I1 മാത്രമാണ്. ഈ കറണ്ട് മാത്രമേ ഇവിടെ പോകുന്നുള്ളൂ. കാര്യം അത് കോമൺ ബ്രാഞ്ച് അല്ല. സോ ഐ വിൽ റൈറ്റ് ഇറ്റ് ആസ് I1 ഈക്വൽ ടു 0. സോ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ദിസ് വൺ ആസ് 10 - 2I1 - 6I1 + 6I2 - 4I1 - 6 ഈക്വൽ ടു 0. സോ I1ൻ്റെ കോഫിഷ്യൻറ്റ് 8 + 4 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 12. ഓക്കെ, സോ 12I1. ആ 12I1 മൈനസ് ആയതുകൊണ്ട് ഞാൻ അപ്പുറത്തേക്ക് എടുക്കുകയാണ്. സോ ഇറ്റ് വിൽ ബിക്കം 12I1. അതുപോലെ ഇവിടെ എനിക്ക് I2 എന്ന് പറഞ്ഞാൽ +6I2 ആണ്. അത് അപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ -6I2. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 10 then -6. 10 - 6 is naturally 4. ഇത് ഞാൻ ഈ ഫോമിൽ, അതായത് മെഷ് 1 എടുക്കുമ്പോൾ ഞാൻ I1ൻ്റെ കോഎഫിഷ്യൻറ്റ് പോസിറ്റീവ് ആക്കാൻ നോക്കുക. എപ്പോഴും ഇവിടെ പോസിറ്റീവ് ആണ് ഓൾറെഡി. അപ്പോൾ ഞാൻ പിന്നെ വേറെ റീഅറേഞ്ച്മെൻറ്റ് ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദിസ് ഫോംസ് മൈ ഫസ്റ്റ് ഇക്വേഷൻ. സോ ഐ പുട്ട് ദിസ് ഇൻ എ ബോക്സ്. ഇതിൻ്റെ മെഷ് 1 ഇക്വേഷനാണ്. സോ ദിസ് ഇസ് മൈ മെഷ് 1. Similarly, what will be my mesh 2? Help me with my mesh 2 equation. പറഞ്ഞേ. again ഞാൻ KVL അപ്ലൈ ആണ്. KVL അപ്ലൈ ചെയ്യുമ്പോഴത്തേന് ഇവിടെ ഐ വിൽ ഗെറ്റ്, ഞാൻ ഫസ്റ്റ് ഒരു ബാറ്ററി സോഴ്സ് കണ്ടു. ഈ പറഞ്ഞ 6 volt. 6 volt എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം മൈനസിൽ നിന്ന് പ്ലസ്ക്കാണ് പോകുന്നത്, അല്ലേ? മൈനസിൽ നിന്ന് പ്ലസ്ക്ക് പോകുമ്പോൾ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് +6. ഞാനൊരു 6 ohm റെസിസ്റ്റർ കണ്ടു. പക്ഷേ ഇവിടെ കോമൺ ബ്രാഞ്ചാണ്. അതിൽ കൂടെ I2 ഉം I1 ഉം പോകുന്നുണ്ട്. പക്ഷേ ഞാനത് സെക്കൻഡ് മെഷ് ആയതുകൊണ്ട് ഞാൻ എന്താ എഴുതുക? ഐ റൈറ്റ് ഇറ്റ് ആസ് -6 × I2 - I1. കിട്ടി തോന്നുന്നു. ഇതൊരു കോമൺ റെസിസ്റ്റൻസ് ഫ്രോം ഫസ്റ്റ് മെഷ് ആൻഡ് സെക്കൻഡ് മെഷ്. ഇനി അടുത്ത 3 ohm. 3 ohm അഗെയിൻ -3 ഇടൂ. അതിൽക്കൂടുള്ള കറണ്ട് I2 മാത്രം, വേറെ ആരും പോകുന്നില്ല. സോ ഇവിടുന്ന് പ്ലസ് നിന്ന് -2 volt. EMF ആണ്. EMF ആകുമ്പോൾ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. റെസിസ്റ്റൻസ് ആകുമ്പോഴാണ് കറണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ ഇറ്റ് ഇസ് -2. പിന്നെ ഞാനൊരു 5 ohm റെസിസ്റ്റർ കണ്ടു. ഉടനെ റെസിസ്റ്റർ കാണുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു മൈനസ് ഇടുക, 5 എഴുതുക. അതിൽ കൂടെയുള്ള കറണ്ട്, അതിൽ കൂടെ ഈ I2 മാത്രമേ പോകുന്നുള്ളൂ. അതൊരു കോമൺ ബ്രാഞ്ച് അല്ല. സോ I2 ഈക്വൽ ടു 0. അപ്പോൾ റീഅറേഞ്ചിങ് ഐ വിൽ ഗെറ്റ് 6 - 6I2 - 6I1 - 3I2 -2, ഞാൻ പുറത്തേക്ക് എഴുതാം, -5I2 -2 ഈക്വൽ ടു 0. ഇവിടെ 6 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. ഓക്കെ, അപ്പോൾ 9 and 5 is 14. So I can write this one as
-14 I2. ഓക്കെ, അത് ഞാൻ അപ്പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി 14 I2. പിന്നെ ഇവിടെ I1 ടേം എന്താ ഉള്ളത്? -6I. ജസ്റ്റ് മിനിറ്റ്, -6I1 ആണ്. സോ ദാറ്റ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ തന്നെ ഇവിടെ ഒരു +6I1 ആണ്. ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. ഇവിടെ എന്ന് പറഞ്ഞാൽ നോക്കിയേ, 6 - 6I2, ഇത് +6I1 +6I1. അപ്പോൾ ഞാനത് ആ സൈഡിലേക്ക് ഈ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് എടുക്കുമ്പോഴത്തേന് ദിസ് +6I1 വിൽ ബി ഈക്വൽ ടു -6I1. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 11 ആണ് വരുന്നത്, 14 ആണ് വരുന്നത്. അപ്പോൾ അത് എല്ലാം മൈനസിന് അപ്പുറത്തേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ ബി 14I2. നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇതെന്തിനാണ് ഒന്ന് അപ്പുറത്തേക്ക് എടുക്കുന്നത് ഇപ്പുറത്തേക്ക് എടുക്കണമെന്നൊക്കെ. ഇതിൻ്റെ കോൺസെപ്റ്റ് ഇത്രയല്ല. ഫസ്റ്റ് മെഷ് എഴുതുമ്പോൾ എനിക്ക് I1ൻ്റെ കോഷ്യൻ്റ് പോസിറ്റീവായിട്ട് വേണം. സോ ദിസ് ഈസ് പോസിറ്റീവ് ഹിയർ. സെക്കൻഡ് മെഷ് ആകുമ്പോൾ എനിക്ക് I2ൻ്റെ കോഷ്യൻ്റ് പോസിറ്റീവായിട്ട് വേണം. ഓക്കെ, സോ I2ൻ്റെ കോഷ്യൻ്റ് ഇവിടെ പോസിറ്റീവാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഞാൻ റീഅറേഞ്ച്മെൻറ്റ് നടത്താൻ എന്ന് മാത്രം നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ 14I2. അപ്പോൾ I1ഉം I2ഉം കഴിഞ്ഞു. ഇനി അടുത്തത് ഇനി ഇവിടെ ബാക്കിയുള്ളത് എന്തൊക്കെയാണ്? ഐ എം ഹാവിങ് എ 6, ദെൻ ഐ എം ഹാവിങ് എ -2. അപ്പോൾ 6 - 2 ഈസ് 4. സോ അത് ഈ രണ്ട് I2കളൊക്കെ ഞാൻ ആ എടുത്ത സ്ഥിതിക്ക് ദിസ് വിൽ ബി 4. സോ ഇറ്റ് ഈസ് 6I1 - 6I1 + 4I2 is equal to 4. So this forms my second equation. Clear? So this again I will put in a box. So this is my mesh 2 equation. Okay, mesh 2 equation. അപ്പോൾ നമ്മൾക്കിത് കറക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കാൻ ഞാൻ നിങ്ങൾക്കൊരു സൂത്രം പഠിപ്പിച്ചു തന്നിരുന്നു. I already told about the matrix, that is we'll have a resistance into current matrix which will be giving my EMF in the mesh. ഇതിൻ്റെ കറണ്ട് ആയിരിക്കും, ഇതിൻ്റെ റെസിസ്റ്റൻസ് മെട്രിക്സ് ആണ്, ഇതിൻ്റെ EMF ആണ്, ഇസ് ഈക്വൽ ടു EMF. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് മെഷ് ആയതുകൊണ്ട് എനിക്കിവിടെ 2x2 ആണ് വരിക. ആൻഡ് ഹിയർ I'll have 2x1 ആൻഡ് ഹിയർ I'll have 2x1. 2x1 എന്ന് പറഞ്ഞാൽ 2 റോവും ഒരു കോളം. ഇവിടെയാണ് 2 റോ 2 കോളം. അപ്പോൾ 2 റോ 2 കോളം എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു R11 R12 R21 R22. ഈ R11 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, R11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെഷിലുള്ള റെസിസ്റ്റൻസുകളുടെ സമ്മ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫസ്റ്റ് മെഷിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഒരു 2 ഉണ്ട്, ഒരു 6 ഉണ്ട്, ഒരു 4 ഉണ്ട്. അപ്പോൾ 2 + 6 + 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 10 + 2 12. അപ്പോൾ 12 ആണ് R11. അപ്പോൾ 12 അത് പോസിറ്റീവ് ആണല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 1ൻ്റെയും ഇതാണ് 1 2ൻ്റെയും ഇടയിലുള്ള റെസിസ്റ്റൻസ് 6. അത് ഞാൻ എന്താ എടുക്കേണ്ടത്? -R12. കാര്യം ഇവിടെ ഡയഗണൽ അല്ലാത്തൊക്കെ നെഗറ്റീവാണ്. അപ്പോൾ -R12 ആണ് -6. -R12 ഇവിടെ -R21. R21ഉം R12ഉം സെയിം ആണ്. സോ ഇറ്റ് വിൽ ബി -6. ഇനി R22 പറഞ്ഞാൽ സെക്കൻഡ് മെഷിലെ ടോട്ടൽ റെസിസ്റ്റൻസ് ആരൊക്കെയാണ്? ഒരു 3 Ohm ഉണ്ട്, ഒരു 5 Ohm ഉണ്ട്, ഒരു 6 Ohm ഉണ്ട് അല്ലേ. 6 + 3 is 9, 9 + 5 is 14. അപ്പോൾ അത് 14 പോസിറ്റീവാണ്. കാര്യം ഞാൻ പറഞ്ഞു ഡയഗണൽ എലമെൻറ്റ് പോസിറ്റീവാണ്, അതുകൊണ്ട് ഡയഗണൽ എലമെൻറ്റ് പോസിറ്റീവായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇവിടെ എനിക്ക് വരിക I1 I2 is equal to ഫസ്റ്റ് മെഷിലുള്ള ടോട്ടൽ EMF. ഫസ്റ്റ് മെഷിലെ ടോട്ടൽ EMF എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിൽ പോകുമ്പോൾ ഇത് +10 ആണ്, പിന്നെ ഇത് ഡയറക്ഷനിൽ വരുമ്പോൾ -6 ആണ്. അപ്പോൾ +10 - 6 അല്ലേ, +10 - 6 +10 - 6 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതെന്താണ്? 4 ആണ്. സോ ഐ ജസ്റ്റ് റൈറ്റ് 4 ഹിയർ. ഇനി മറ്റേ മെഷിലോ ഇതിൽ നിന്ന് എങ്ങനെ മൈനസിന്ന് പ്ലസ്ക്കാണ് പോകുന്നത് 6 വോൾട്ട്. അപ്പോൾ +6 പിന്നെ ഇവിടുന്ന് പ്ലസ്സിന്ന് മൈനസ്ക്ക്, സോ -2. +6 - 2 ആണ് +4. അപ്പോൾ അതും 4. ഇനി നോക്കിയേ, ഇതന്നെയല്ലേ നമുക്ക് കിട്ടിയത്. ഇത് ഞാനിപ്പോൾ ഈ മെഷ് അനാലിസിസ് ഇപ്പോൾ ഇത്രയും ഭാഗം ദിസ് വൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബൈ ഇൻസ്പെക്ഷൻ ഞാൻ ഫിഗർ നോക്കിയിട്ട് എഴുതിയതാണ് അല്ലേ. പക്ഷേ ഇത് ഈ 2 ഇക്വേഷൻ ഞാൻ എഴുതിയത് മെഷ് അനാലിസിസ് ചെയ്താണ്. പക്ഷേ ഈ 2 ഇക്വേഷൻ ഞാൻ എഴുതിയിട്ട് ഇൻസ്പെക്ഷൻ വെച്ച് നോക്കും ഇത് രണ്ടും കറക്റ്റാണോ. ഇത് നോക്കി കറക്റ്റ് അല്ലേ, ഇങ്ങനെയല്ല മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 12 × I1 - 6 × I2. 12 × I1 - 6 × I2 is equal to 4. So that is correct. പിന്നെ അടുത്തത് -6 × I1 കറക്റ്റാണ്, +14 × I2 is equal to 4. So that is also correct. So these 2 equations forms my mesh equations. അപ്പോൾ എനിക്കത് ഒന്നെങ്കിൽ KVL വെച്ചിട്ടും ചെയ്യാം, എനിക്കെൻ്റെ ഇത് മെട്രിക്സ് വെച്ചും ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാം. ഈ 2 ഇക്വേഷനും മെഷ് 1ഉം മെഷ് 2 ഇക്വേഷനും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ
ഐ വിൽ ഗെറ്റ് മൈ വാല്യൂസ് ഓഫ് I1 ആൻഡ് I2. അത് ഞാൻ കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്ന് പഠിപ്പിച്ചു തരാം. സോ അത് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഐ വിൽ ഗെറ്റ് I1 ഇസ് ഈക്വൽ ടു, കാര്യം ഈ സൈമൾട്ടേനിയസ് ഇക്വേഷനൊന്നും നിങ്ങൾക്ക് ഒരു കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് വെറുതെ പെൻ ആൻഡ് പേപ്പർ വെച്ച് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. ഓക്കെ, അപ്പോൾ അത് പെട്ടെന്ന് കാൽക്കുലേറ്ററിൽ ചെയ്യാതെ നെക്സ്റ്റ് വീഡിയോ ഞാൻ അതിടാം. 0.606 ആംബിയറാണ് I1 കിട്ടുക. ആൻഡ് ഐ വിൽ ഗെറ്റ് I2 ഇസ് ഈക്വൽ ടു 0.545. ഓക്കെ, സോ അങ്ങനെ വരികയാണെങ്കിൽ മൈ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ കറണ്ട് ത്രൂ 6 ohm എന്നാണ് ചോദിച്ചത്. 6 ohm എന്ന് പറയുന്നത് ഈ റെസിസ്റ്ററാണ്. ഫിഗർ കുറച്ച് ഷാബി ആയിട്ടുണ്ട്. സോ 6 ohമിലുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് I1 മൈനസ് I2 അല്ലേ? I1 മൈനസ് I2 എന്ന് പറഞ്ഞാൽ ഈ കോമൺ ബ്രാഞ്ചിൽ I1 താഴേക്കും I2 മുകളിലേക്കുമാണ്. അപ്പോൾ I1 I2 ഈ ഡയറക്ഷനാണ്. I2 മൈനസ് I1 ആണെങ്കിൽ മുകളിലേക്കായിരിക്കും. അപ്പോൾ ഇൻ ദിസ് ഡയറക്ഷൻ ദ കറണ്ട് വിൽ ബി ഈക്വൽ ടു 0.606 മൈനസ് 0.545. So that is my answer, and that is equal to 0.061 ampere. So this forms my first question. Okay, now coming to the second question. The second question just wait a minute. നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കൂ എന്തൊക്കെ ഇക്വേഷൻ വരെ എത്ര മെഷ് ഉണ്ട് നോക്ക്. സോ ഇവിടെ നിങ്ങൾക്ക് എത്ര മെഷ് ഉണ്ട്? യു ക്യാൻ ഫൈൻഡ് 3 മെഷ് അല്ലേ? 3 മെഷുകളുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഇവിടെ I1 I2 I3 എന്ന് മാർക്ക് ചെയ്യാം. കറണ്ടിന് ഞാനിവിടെ കുറച്ചുകൂടി സൂം ചെയ്യാം. I'll write this one as I1, this one as I2, this one as I3. ഓക്കെ, അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഇക്വേഷൻസ് എഴുതാം. അപ്പോൾ മെഷ് 1 വേഗം പറയണേ. ഞാൻ ആദ്യം ഒരു EMF കണ്ടു, മൈനസിന് പ്ലസ്ക്കാണ്. സോ ഐ വിൽ ബി റൈറ്റിംഗ് +5. അത് എൻ്റെ കൂടെ കറണ്ട് 1 മൾട്ടിപ്ലൈ ആണ്, കാരണം ഇത് EMF ആണ്, അത് വോൾട്ടേജ് തന്നെയാണ്. KVL വോൾട്ടേജാണ് നമ്മൾ എഴുതുക. അടുത്തൊരു റെസിസ്റ്റൻസ് കണ്ടു 5 ohm. ആ റെസിസ്റ്റൻസ് കൂടെയുള്ള കറണ്ട് എത്രയാണ്? I1. കാര്യം റെസിസ്റ്റൻസിനെ ഞാൻ കറണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ EMF കിട്ടുള്ളൂ. ഇനി അടുത്തത് കോമൺ ബ്രാഞ്ചാണ് 1. ഈ 1 ഞാൻ എഗെയിൻ മൈനസ് ഇട്ടിട്ട് 1 എഴുതി. പക്ഷേ അതിൽ കൂടെയുള്ള കറണ്ട് ഫസ്റ്റ് മെഷിലും സെക്കൻഡ് മെഷിനും കോമൺ ആണത്. അതുകൊണ്ട് ഞാനിവിടെ എഴുതി I1 മൈനസ് I2. കാര്യം 1 ohm കൂടെ പോകുന്ന കറണ്ട് ഒന്ന് I1 താഴേക്കും പോവും, I2 മുകളിലേക്കും പോവും. സോ ഇറ്റ് വിൽ ബി I1 മൈനസ് I2. ഓക്കെ, സോ അത് ഞാൻ എഴുതി. ഇനി അടുത്തത് വേറെ ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. എവറിത്തിങ് ഇസ് ഓവർ. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് വൺ ആസ് 0. ഓപ്പണിംഗ് അപ്പ് ഇറ്റ് വിൽ ബി 5 മൈനസ് 5I1 മൈനസ് I1 പ്ലസ് I2 ഈക്വൽ ടു 0. അപ്പോൾ എനിക്ക് 5നെ ഇവിടെ നിർത്തിയിട്ട്, അതായത് 5നെ ഒരു സൈഡിൽ ഈ സൈഡിൽ തന്നെ നിർത്തിയിട്ട് മറ്റേതെല്ലാം ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ -5I1 മൈനസ് I1 വിൽ ബിക്കം 6I1. പക്ഷേ അത് ആ സൈഡിൽ വരുമ്പോൾ ഇറ്റ് വിൽ ബി 6I1 മൈനസ് I2 ഇസ് ഈക്വൽ ടു 5. ഓക്കെ, ഞാൻ ഈ സൈഡ് ആ സൈഡ് എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് യു ടേക്ക് എ പെൻ ആൻഡ് പേപ്പർ ആൻഡ് റൈറ്റ്. ഇഫ് യു എക്സ്പാൻഡ് ആൻഡ് ഡു ഇറ്റ് വിൽ ഗെറ്റ് ദിസ് വൺ. മറ്റേത് മിസ് എന്താ ആ സൈഡ് ഈ സൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് ഇക്വേഷൻ. ബേസിക്കലി എനിക്ക് ഇങ്ങനെയല്ല കിട്ടിയത്. എനിക്ക് -6I1 പ്ലസ് I2 -5 ആണെങ്കിലും ഞാൻ എന്ത് ചെയ്യും? ഇതിനൊരു നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അതിൻ്റെ കാരണം അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ബട്ട് ഞാനൊരു മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ ഇതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് മെഷ് എഴുതുമ്പോൾ ഞാൻ എപ്പോഴും എന്ത് ചെയ്യും? എനിക്ക് ഫസ്റ്റ് ഇക്വേഷൻ I1ൻ്റെ ക്വസ്റ്റ്യൻ പോസിറ്റീവാണ്. I1ൻ്റെ ക്വസ്റ്റ്യൻ പോസിറ്റീവാണ്. ഞാൻ എല്ലാവരും നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ആണല്ലോ. അതുകൊണ്ടാണ് 6I1 മൈനസ് I2 ഇസ് ഈക്വൽ ടു 5 എന്ന് എഴുതിയത്. ഓക്കെ, സോ ദിസ് വിൽ ഫോം മൈ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, നൗ കമ്മിങ് ടു മെഷ് 2. മെഷ് 2 ഒന്ന് പറയോ? മെഷ് 2ൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക എന്നൊന്ന് പറയോ? ജസ്റ്റ് അനലൈസ് മെഷ് 2. റൈറ്റ് ഇറ്റ് ഹിയർ ഇറ്റ് സെൽഫ്. അപ്പോൾ ആദ്യം ഞാനൊരു 1 ohm കണ്ടു. 1 ohm പക്ഷേ നിങ്ങൾക്കറിയാം കോമൺ ടു 2 and 1. ഞാൻ മെഷ് 2 എടുക്കണോണ്ട് 2 ആദ്യം പറയണു. സോ ഇറ്റ് വിൽ ബി ഫസ്റ്റ് റെസിസ്റ്റൻസ് കാണുന്നു, മൈനസ് ഇടുന്നു, 2 റെസിസ്റ്റൻസ് ഇസ് 1 അല്ല, റെസിസ്റ്റൻസ് 1 ആണ്. 1 ഇൻറ്റു മൈനസ് ഇടുന്നു, കോമൺ റെസിസ്റ്റൻസ് 1 ആണ്. അതിൽക്കൂടെയുള്ള കറണ്ട് I1 മൈനസ് I2 അല്ലെങ്കിൽ I2 മൈനസ് I1. പക്ഷേ മെഷ് 2 ആയതുകൊണ്ട് ഞാൻ എങ്ങനെ എഴുതണം? I2 മൈനസ് I1. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഞാനിവിടെ റെസിസ്റ്റൻസ് കാണും. ഇത് കഴിഞ്ഞു 2 കാണുന്നു. അപ്പോൾ -2 അതിൽക്കൂടെ ആ കൂടെയുള്ള കറണ്ട് I2 ആണ്. എഗെയിൻ ഞാൻ മുന്നോട്ട് വരുന്നു, ഞാനിവിടെ ഒരു 2 കാണുന്നു. പക്ഷേ ആ 2ൻ്റെ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ 2ൻ്റെ കേസ് അത് കോമൺ ബിറ്റ്വീൻ 2 and 3 ആണ്. അപ്പോൾ പക്ഷേ ഞാൻ മെഷ് 2 ആയതുകൊണ്ട് ഞാനിവിടെ എന്താ എഴുതാണ്? -2 ഇൻറ്റു
I2 മൈനസ് I3. 2ക്കും 3ക്കും കോമൺ ആണ് ഈ പറഞ്ഞ 2 അല്ലേ. സോ അതുകൊണ്ട് ഞാൻ I2 മൈനസ് I3, എനിക്ക് I3 മൈനസ് I2 എന്ന് എഴുതാം, പക്ഷേ ഞാനിവിടെ സെക്കൻഡ് മെഷ് ആയതുകൊണ്ട് I2 മൈനസ് I3. ഇപ്പം എല്ലാം കഴിഞ്ഞില്ലേ, ഈ 3 റെസിസ്റ്റൻസ് ഈ രണ്ടാമത്തെ മെഷിനുള്ളൂ. ഇസ് ഈക്വൽ ടു 0. എഗെയിൻ ഐ എം റീഅറേഞ്ചിങ്. അപ്പം എനിക്ക് എന്താ കിട്ടുക, മൈനസ് I2 പ്ലസ് I1 മൈനസ് 2I2 മൈനസ് 2I2 പ്ലസ് 2I3 ഈക്വൽ ടു 0. സോ ഇതിനെ എനിക്ക് അഗെയിൻ ഞാൻ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ആസ്, നോക്കിയേ ഇവിടെ എനിക്ക് എന്താണ് I2ൻ്റെ കോഫിഷ്യൻ്റാണ് പോസിറ്റീവായിട്ട് വരേണ്ടത്. അപ്പോൾ മൈനസ് 5I2 എന്നാണ് വന്നത്. ഓക്കെ, സോ ബേസിക്കലി ഞാൻ അതിനെ പ്ലസ് 5I2 എന്ന് എഴുതി. പിന്നെ അതുപോലെ ഇവിടെ I1, ഒരു I1 മാത്രമേ ഉള്ളൂ. സോ ഐ റൈറ്റ് ദിസ് വൺ ആസ് മൈനസ് I1 ആൻഡ് അപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഇനി അടുത്തത് I3 ഉണ്ട്. സോ 2I3 ഇതിനെ ഞാൻ അപ്പുറത്ത് കൊണ്ട്, കാര്യം ഇതിനൊക്കെ ആ സൈഡിൽ കൊണ്ടുപോയാലും എല്ലാം ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ എനിക്കിത് ഈ ക്വസ്റ്റ്യൻ്റെ പോസിറ്റീവ് ആവണുള്ളൂ. സോ ഇറ്റ് വിൽ ബി മൈനസ് 2I3 ഈക്വൽ ടു 0. സോ ദിസ് ഫോംസ് മൈ second equation. Okay, so what is my second equation? My second equation is minus I1 plus 5I2 minus 2I3 equal to 0. അപ്പോൾ ഇതിനെ ഞാൻ എൻ്റെ സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എഴുതാണ്. And my third equation, I'll write my mesh 3. കുറച്ച് സ്പീഡിൽ പോവാം. തേർഡ് മെഷിൽ ഞാനിവിടെ ഒരു 10 വോൾട്ട് കണ്ടു, മൈനസ് പ്ലസ് കാണാം. സോ ഇറ്റ് വിൽ ബി പ്ലസ് 10 മൈനസ് 2 ഇസ് കോമൺ ബിറ്റ്വീൻ I3 ആൻഡ് I2. അപ്പോൾ ഞാനിവിടെ എന്തായാലും മെഷ് 3 ആയതുകൊണ്ട് I3 മൈനസ് I2 എന്ന് എഴുതും. പിന്നെ ഞാനൊരു 3 ഓം കണ്ടു, മൈനസ് 3 ആയിക്കൂടെ വെറും I3 മാത്രമേ പോകുന്നുള്ളൂ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. എഗെയിൻ ഞാൻ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഐ വിൽ ഗെറ്റ് ദിസ് വൺ ആസ്, ഞാൻ ഇക്വേഷൻ മാത്രമേ എഴുതണുള്ളൂ, മൈനസ് I1 പ്ലസ് 5I, ജസ്റ്റ് മിനിറ്റ്, ഞാനിവിടെ ലൂപ്പ് 3 അല്ലേ, ലൂപ്പ് 3ൽ I1ൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ നമുക്ക് എന്താ, I1ൻ്റെ കോഎഫിഷ്യൻ്റ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഓപ്പൺ അപ്പ് ചെയ്ത് തരാം, നമുക്കിനി കൺഫ്യൂഷൻ വേണ്ട. 10 മൈനസ് 2I3 പ്ലസ് 2I2 മൈനസ് 3I3 ഈക്വൽ ടു 0. സോ ഇവിടെ I1ൻ്റെ കോഎഫിഷ്യൻ്റ് ഒന്നുമില്ല, അപ്പോൾ നമ്മൾ ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ I2ൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ ഉണ്ട്, അതെന്താണ് 2I2 ആണുള്ളത്. 2I2, പക്ഷേ എനിക്ക് ഇതിൽ I3 തേർഡ് മെഷ് ആയതുകൊണ്ട് I3ൻ്റെ കോഎഫിഷ്യൻ്റ് പോസിറ്റീവ് കിട്ടണം. അപ്പോൾ ഞാൻ എന്താണ്, ഈ 2I2നെ ഞാൻ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ വിൽ ഗെറ്റ് ദിസ് വൺ ആസ് മൈനസ് 2I2. ഓക്കെ, ദാറ്റ് ഇസ് ക്ലിയർ, മൈനസ് 2I2. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി ഇവിടെ മൈനസ് 2 ആൻഡ് മൈനസ് 3 മൈനസ് 5I3, ബട്ട് ഇറ്റ് വിൽ ബി പ്ലസ് 5I3 ബിക്കോസ് ഐ മൾട്ടിപ്ലൈഡ് ബൈ എ നെഗറ്റീവ്. ഓക്കെ, പ്ലസ് 5I3 ഇസ് ഈക്വൽ ടു, എനിക്ക് എന്താ ഇവിടെ കിട്ടുക, 10 മാത്രമേ ഉള്ളൂ, 10. സോ ദിസ് ഫോംസ് മൈ തേർഡ് ഇക്വേഷൻ. അപ്പോൾ എനിക്ക് 3 ഇക്വേഷനാണ്. ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ ആൻഡ് തേർഡ് ഇക്വേഷൻ. ഓക്കെ, ഞാൻ ഈ പറഞ്ഞത്, ഈ എഴുതിയത് ശരിയാണോ എന്ന് ഞാനൊരു മെട്രിക്സ് വെച്ച് എഴുതാൻ പോവാണ്. അപ്പോൾ ഈ മെട്രിക്സ് ഇനി ഇങ്ങോട്ട് താഴേക്ക് എഴുതാം. മെട്രിക്സ് എഴുതുമ്പോൾ നാച്ചുറലി നിങ്ങൾക്കറിയാം എന്താണ്, ഇതൊരു 3 മെഷ് ഉള്ളതാണ്. സോ ദിസ് വിൽ ബി എ 3x3 മെട്രിക്സ് ആൻഡ് യു വിൽ ഹാവ് 3 കറൻസ് ഉണ്ട്. എന്തൊക്കെ, I1, I2, I3 ആൻഡ് ദിസ് ഇസ് 3 റോ 1 കോളം. സോ ദിസ് വിൽ ബി അഗെയിൻ 3 rows ആൻഡ് 1 കോളം. അപ്പോൾ ഇത് റെസിസ്റ്റൻസ് ആണ്. ആദ്യം R11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെഷിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ്. അത് നമുക്കറിയാം 5+1 അല്ലേ, 5+1 is 6. സോ ഐ വിൽ റൈറ്റ് ദിസ് വൺ ആസ് 6. ഇനി 1ൻ്റെയും 2ൻ്റെയും ഈ ഇതിൻ്റെ ഇടയിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഐ വിൽ റൈറ്റ് ദാറ്റ് വൺ ആസ്, നമുക്കറിയാലോ ഡയഗണൽ ഒഴിച്ച് ബാക്കിയൊക്കെ നെഗറ്റീവ് കൊടുക്കണം. പിന്നെ 1ൻ്റെയും 3ൻ്റെയും ഇടയിൽ, അതാണല്ലോ R13, കാര്യം ഇത് R11, R12, R13. അപ്പോൾ R13 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മെഷിൻ്റെയും പിന്നെ മൂന്നാമത്തെ മെഷിൻ്റെയും ഇടയിലുള്ളത്. പക്ഷേ നിങ്ങൾക്കറിയാം അങ്ങനെ ഒരു റെസിസ്റ്റൻസ് കോമണേ ഇല്ല. സോ ദാറ്റ് ഫോംസ് മൈ 0. ഇനി അടുത്തത് R12, R13. ഇനി R12 തന്നെയാണ് R21. R12 എന്താണ് കിട്ടിയത് തന്നെയാണ് R21 കൊടുക്കേണ്ടത്. സോ ഇറ്റ് വിൽ ബി -1. ഇനി R22 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മെഷിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. സോ ദാറ്റ് ഫോംസ് 2 + 2 + 1 അമൗണ്ടിങ് ടു 5. ഓക്കെ, ഇനി
R23 രണ്ടിൻ്റെയും മൂന്നിൻ്റെയും ഇടയിൽ റെസിസ്റ്റൻസ് ഈ രണ്ടല്ലേ. സോ ദാറ്റ് വിൽ ബി അഗെയിൻ ഈക്വൽ ടു -2. കാരണം ഡയഗണൽ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, നോൺ ഡയഗണൽ നെഗറ്റീവാണ്. സോ ഇപ്പോൾ ഇവിടെ എനിക്ക് R11, R12, R13, R21, R22, R23. ഇനി അടുത്ത R31 തന്നെയാണ് R13. ഇവിടെ എന്താണ് കിട്ടിയത് അത് തന്നെ ഇവിടെ വരിക. കാര്യം R13 ഈസിക്കൽ R31 ദാറ്റ് ഈസ് 0. കാര്യം 3ൻ്റെ 1ൻ്റെ ഇടയിൽ ഒന്നുമില്ല. പിന്നെ R23 എന്താണ് അത് തന്നെ R32. സോ ദാറ്റ് വിൽ ബി -2. ആൻഡ് R33 എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് സം ഓഫ് ദ റെസിസ്റ്റൻസ് ഇൻ ദ തേർഡ് മെഷ്. ഇവിടെ എത്രയാണ് 2 + 3 5. സോ 5. സോ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ റെസിസ്റ്റൻസ്. ആൻഡ് ഇവിടെ ടോട്ടൽ EMF ഇൻ ദ ഫസ്റ്റ് മെഷ്. അതിൽ മൈനസ് പ്ലസ് പോയപ്പോൾ +5. പിന്നെ രണ്ടാമത്തെ ഇതിലുള്ള മെഷിൽ ഒന്നുമില്ല, EMF ഒന്നുമില്ലല്ലോ, ഒരു സോഴ്സും ഇല്ല. കാര്യം ഇവിടെ എല്ലാം റെസിസ്റ്റൻസ്, ഇത് റെസിസ്റ്റൻസ്, അത് റെസിസ്റ്റൻസ്, ഇത് റെസിസ്റ്റൻസ്. അടുത്തത് +10, കാര്യം ഇവിടെ ഒരു 10 വോൾട്ട് ഉണ്ട്. സോ ഇതായിരിക്കണം എൻ്റെ ഇക്വേഷൻ. ഞാൻ കറക്റ്റാണോ നോക്കുകയാണേ. 6I1 ഇതും അല്ല മൾട്ടിപ്ലൈ ചെയ്യുക. 6I1 പിന്നെ -I2 0 × I3 ഇല്ല ഇസ് ഈക്വൽ ടു 5. സോ ഫസ്റ്റ് ഇക്വേഷൻ കറക്റ്റ്. അടുത്ത ഇക്വേഷൻ -I1 ഇത് ഇൻറ്റു ഇതാണ്. അപ്പോൾ -I1 കറക്റ്റാണ്, 5I2 കറക്റ്റാണ്, -2I3 അതും കറക്റ്റാണ്, ഈക്വൽ ടു 0 കറക്റ്റാണ്. ഇനി അടുത്തത് ദിസ് ആൻഡ് ദിസ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 0I1 ഒന്നുമില്ല, -2I2 കറക്റ്റ്, +5I3 കറക്റ്റ് ഇസ് ഈക്വൽ ടു 10. സോ എനിക്ക് 3 ഇക്വേഷൻസ്, 3 അൺനോൺ ആണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ഇട്ടിട്ട് സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേന് എനിക്കിതിൻ്റെ I1, I2, I3ൻ്റെ വാല്യൂ കിട്ടും. അത് സോൾവ് ചെയ്യുമ്പോഴത്തേന് വാട്ട് ഐ വിൽ ഗെറ്റ് ഇസ്, ശരിക്കും ഇത് കാൽക്കുലേറ്റർ വെച്ച് നിങ്ങൾ ചെയ്യണം. I1 = I will get, I2 = I will get, and I3 = I will get. സോ ദ വാല്യൂസ് ആർ ലൈക്ക് 1.033. കാൽക്കുലേറ്റർ ഉള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. ഇതൊരിക്കലും നിങ്ങൾ പെൻ ആൻഡ് പേപ്പർ കൊണ്ട് ചെയ്യാൻ ശ്രമിക്കരുത്, ടൈം ഉണ്ടാവില്ല. 2.48. സോ ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. എന്താണ്? ടു ഫൈൻഡ് ദ ലൂപ്പ് കറൻസ്. ഓൾറെഡി ഫൈൻഡ് ദ ലൂപ്പ് കറൻസ്. ഇനി നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കുകയാണ് 2 ohm കൂടെയുള്ള കറണ്ട് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാം I2 - I3 ആണ്. കാര്യം ഇത് 2ൻ്റെയും 3ൻ്റെയും ഇടയിലുള്ള റെസിസ്റ്റൻസ് ആണ്. 5 ohm കൂടെയുള്ള എന്താണെന്ന് ചോദിച്ചാൽ I1 മാത്രമാണ്. പക്ഷേ 1 ohm കൂടെ എന്താ ചോദിച്ചാൽ 1ൻ്റെയും 2ൻ്റെയും ഇടയിലുള്ളതാണ്. ഇറ്റ് വിൽ ബി I1 - I2. പിന്നെ 2 ohm കൂടുതലുള്ള കറണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഓൺലി I2. സോ അത് വെച്ചിട്ട് യു ക്യാൻ ഫൈൻഡ് ദ ബ്രാഞ്ച് കറൻസ് ഓൾസോ. ബ്രാഞ്ച് കറൻസും ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഈ കണ്ടുപിടിച്ചത് ലൂപ്പ് കറൻസ് ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, മെഷ് അനാലിസിസ് ചെയ്യണത്. സോ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഏത് പ്രോബ്ലം മെഷ് അനാലിസിസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറേ പ്രോബ്ലംസ്, സെറ്റ് ഓഫ് പ്രോബ്ലംസ് ചെയ്യാം. എല്ലാം വീഡിയോ ആക്കി എടുക്കൽ ബുദ്ധിമുട്ടാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം എങ്ങനെ കാൽക്കുലേറ്റർ വെച്ച് സോൾവ് ചെയ്യാം എന്നുള്ളൊരു ചെറിയ വീഡിയോ ഞാൻ ഇട്ടുതരാം.